ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഹിപ്പോക്യാമ്പൽ കോംപ്ലക്സ് അല്ലെങ്കിൽ ഹിപ്പോക്യാമ്പൽ ഫോർമേഷനാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണിത് പാരാ ഹിപ്പോക്യാമ്പൽ ജൈറസ്. ഈ പാരാ ഹിപ്പോക്യാമ്പൽ ജൈറസ് ആക്ച്വലി അത് ലിംബിക് ലോബിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. എങ്കിലും അതിനെപ്പറ്റി പറഞ്ഞാലേ നമുക്കിത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. നമുക്കറിയാവുന്നത് പോലെ തന്നെ പാരാ ഹിപ്പോക്യാമ്പൽ ജൈറസ് എന്ന് പറയുന്നത് ബേസ് ഓഫ് ദ ബ്രെയിനിലുള്ള ഒരു ജൈറസാണ്. അതിൻ്റെ ആൻറ്റീരിയർ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോറൈനൽ കോർട്ടക്സ്. ഈ പാരാഹിപ്പോക്യാമ്പൽ ജൈറസ് അല്ലെങ്കിൽ എൻഡോറൈനൽ കോർട്ടക്സ് ആണെന്ത് ഇറ്റ് ആക്ട്സ് ആസ് ദ മേജർ ജംഗ്ഷണൽ റീജിയൻ ബിറ്റ്വീൻ സെറിബ്രൽ നിയോകോർട്ടക്സ് ആൻഡ് ദ അലോകോർട്ടക്സ് ഓഫ് ദ ഹിപ്പോക്യാമ്പൽ കോംപ്ലക്സ്. അതായത് രണ്ടിൻ്റെയും തമ്മിൽ സെറിബ്രത്തിൻ്റെ നിയോകോർട്ടക്സിനും ഹിപ്പോക്യാമ്പസിൻ്റെ അലോകോർട്ടക്സിനും ഇടയിൽ നിൽക്കുന്ന ഒരു റീജിയനാണെന്ത് പാരാ ഹിപ്പോക്യാമ്പൽ ജൈറസ്. അത് നമ്മളത് പറഞ്ഞ ആൻറ്റീരിയർ പാർട്ടാണ് എൻഡോറൈനൽ കോർട്ടക്സ്. നമ്മളിനി എൻഡോറൈനൽ കോർട്ടക്സ് എന്ന് പറയും. ഈ എൻഡോറൈനൽ കോർട്ടക്സ് 6 ലെയേർഡ് ഏരിയ ആണ്. ഇതിന് 2 ഡയറക്ഷനിലേക്ക് ഫൈബേഴ്സ് ഉണ്ട്. ഡയറക്ഷൻ മീൻസ് ഫങ്ഷണലി 2 ഡയറക്ഷനിലേക്ക് ഫൈബേഴ്സ് ഉണ്ട്. ഒരു നിയോകോർട്ടിക്കൽ ഡയറക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ അലോകോർട്ടിക്കൽ ഡയറക്ഷനും ഉണ്ട്. നിയോകോർട്ടിക്കൽ ഡയറക്ഷനിൽ പോകുന്ന ഫൈബേഴ്സാണ് സെറിബ്രൽ കോർട്ടക്സിലുള്ള ബാക്കിയുള്ള സെൻസറി അസോസിയേഷൻ ഏരിയാസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അത് ഓഡിറ്ററി അസോസിയേഷൻ ഏരിയ ആവാം, വിഷ്വൽ അസോസിയേഷൻ ഏരിയ ആവാം, നോർമൽ സൊമാറ്റിക് സെൻസറി അസോസിയേഷൻ ഏരിയ ആവാം, വാട്ട് ഇറ്റ് ഈസ്. അലോകോർട്ടിക്കൽ ഫേസ് ആണ് ഇങ്ങനെ വരുന്ന അസോസിയേഷൻ ഏരിയയിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനെ ഹിപ്പോ ക്യാമ്പസിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻഡോറൈനൽ കോർട്ടക്സ് ഒരു അസോസിയേഷൻ ഏരിയയിൽ നിന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് സ്ട്രീം ഓഫ് ഇൻഫർമേഷൻ വാങ്ങിച്ചിട്ട് ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ദിസ് ഇൻഫർമേഷൻ ടു ദ ഹിപ്പോക്യാമ്പൽ കോംപ്ലക്സ് ഫോർ ദ പർപ്പസ് ഓഫ് കൺസോളിഡേഷൻ. നമ്മൾ കൺസോളിഡേഷൻ എന്താണെന്ന് പിന്നെ കാണും. ഇനി അതിനുശേഷം കൺസോളിഡേഷൻ ആയ സാധനം, അതായത് കൺസോളിഡേറ്റഡ് ഡേറ്റയെ, മെമ്മറിയെ, ഇറ്റ് വിൽ റിട്ടേൺ ദ മെമ്മറി ബാക്ക് ടു ദ അസോസിയേഷൻ ഏരിയ വെയർ ഇറ്റ് ഈസ് encoded in the form of memory traces. ഇതാണ് ഇതിൻ്റെ പ്രൈമറി ഫങ്ഷൻ എൻഡോറൈനൽ ഏരിയയുടെ. ഇനി ഒരു സെക്കൻഡറി ആയിട്ട് ഹിപ്പോക്യാമ്പസ് എന്ന് പറയുന്ന സ്ട്രക്ചർ മാത്രം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇഫറൻറ്റ് സർക്യൂട്ടസ് പാത്വേ ആയിട്ട് ഫോർനിക്സ് എന്ന് പറയുന്ന ഫൈബേഴ്സും ഉണ്ട്. ഫോർനിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സും ഉണ്ട്. ദാറ്റ് വിൽ ബി കണക്റ്റിംഗ് ദ ഹിപ്പോക്യാമ്പസ് ടു ദ നിയോകോർട്ടക്സ്. ഇനി ഹിപ്പോക്യാമ്പൽ കോംപ്ലക്സ് അല്ലെങ്കിൽ ഹിപ്പോക്യാമ്പൽ ഫോർമേഷനിലേക്ക് നോക്കാം. അപ്പോൾ ഇതെന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ നമ്മൾ ഇത് ലാറ്ററൽ വെൻട്രിക്കിളിൻ്റെ ഇൻഫീരിയർ ഹോണാണ് നമ്മൾ ഈ കാണുക. സോ ദിസ് ഈസ് ദ ടെമ്പറൽ ലോബ്. ടെമ്പറൽ ലോബിൻ്റെ ഈ നമ്മൾ സുപ്പീരിയറായിട്ട് നോക്കുമ്പോൾ ലാറ്ററൽ വെൻട്രിക്കിൾ കൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. ദിസ് ബ്ലൂ സ്ട്രക്ചർ ഈസ് ദ ഹിപ്പോക്യാമ്പസ്, നമ്മൾ ഈ കാണിക്കുന്ന സ്ട്രക്ചർ. ഇതിൻ്റെ ആൻറ്റീരിയർ റീജിയനിൽ ഇറ്റ് റിസംബിൾസ് ലൈക്ക് എൻ ആനിമൽസ് പോ. അത് നമ്മൾ അതുകൊണ്ട് തന്നെ വിളിക്കുന്ന പേരാണ് പെസ് ഹിപ്പോക്യാമ്പസ്. പിന്നെ ഇതിൻ്റെ മീഡിയൽ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ ഒരു ഫൈബേഴ്സ് കാണാൻ പറ്റും, ഗ്രൂപ്പ് ഓഫ് ഫൈബർ കാണാൻ പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് ഫോർനിക്സ്. ഇവിടെ നിന്നിട്ട് നമ്മൾ അതിനെ ഫോർനിക്സ് എന്ന് വിളിക്കും. ഫോർനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഹിപ്പോക്യാമ്പസ് മീഡിയലി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഇവിടെ ഒരു സ്ട്രക്ചറിൽ നിന്നാണ്. ഈ സ്ട്രക്ചറാണ് എന്ത് ഫിംബ്രിയ. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് നോക്കും. ഇനി ഇതിൻ്റെയും ഔട്ടറായിട്ട് നോക്കിയാൽ ഇവിടെ ഒരു ക്രെനേറ്റഡ് എഡ്ജസ് ആയിട്ട്, ടൂത്ത് എഡ്ജസ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് പർട്ടിക്കുലർ ജൈറസ് ഈസ് നോൺ ആസ് ഡെൻറ്റേറ്റ് ജൈറസ്. അതിൻ്റെയും വെളിയിലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കവിടെ സിബിക്കുലം കാണാൻ പറ്റും. അതിനെ ഫർദർ ട്രേസ് ചെയ്യുവാണെങ്കിൽ താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്ത് കാണുക, പാരാഹിപ്പോക്യാമ്പൽ ജൈറസും അതിൻ്റെ ആൻറ്റീരിയർ പാർട്ടായിട്ടുള്ള എൻഡോറൈനൽ ഏരിയയും കാണുക. ഇതാണ് ഈ മൊത്തത്തിൽ, അതായത് സുബിക്കുലം, ഹിപ്പോക്യാമ്പസ് പ്രോപ്പർ ആൻഡ് ഡെൻറ്റേറ്റ് ജൈറസ്. ദീസ് 3 ടുഗദർ മെയിൻലി ഫോം ദ ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ. അപ്പോൾ ഇതെല്ലാം ടെമ്പറൽ ലോബിൻ്റെ അലോകോർട്ടക്സിൻ്റെ പാർട്ടാണ്. നമ്മൾ കണ്ടു ഇതെല്ലാം ഫ്ലോർ ഓഫ് ലാറ്ററൽ വെൻട്രിക്കിളിൽ ടക്കിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് എസ് ഷേപ്പിൽ. ഇനി ചില പണ്ടുണ്ടായിരുന്ന ന്യൂറോനാറ്റമിസ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത ഉണ്ട്. നമ്മളിതിനെ അമ്മോൺസ് ഹോൺ എന്ന് വിളിക്കുമായിരുന്നു, അല്ലെങ്കിൽ കോർണോ അമ്മോണിസ് എന്ന് വിളിക്കുമായിരുന്നു. കോർണോ അമ്മോണിസ്. പക്ഷേ ഈ കോർണോ അമ്മോണിസിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്ന
ഹിപ്പോ ക്യാമ്പസിൻ്റെ പല പാർട്സിനെ പറ്റി നമ്മൾ സംസാരിക്കുക. CA എന്നുള്ള മെൻഷൻ ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കോർണോ അമോണിസ്. ഇനി ഹിപ്പോ ക്യാമ്പസിലും നമ്മൾ പറഞ്ഞു ഇതൊരു പ്രിമിറ്റീവ് കോർട്ടക്സ് അല്ലെങ്കിൽ ആർക്കി കോർട്ടക്സിൻ്റെ പാർട്ടാണെന്ത് ഹിപ്പോ ക്യാമ്പസ്, അല്ല കോർട്ടക്സിൻ്റെ പാർട്ടാണ്. അതുകൊണ്ട് ഇതിൽ 3 ലെയറേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ വൺ ഓഫ് ദ ന്യൂറോൺസ് വിൽ ബി പ്രോമിനൻറ്റ് ഇൻ ദീസ് ലെയേഴ്സ്. അതിൽ നമ്മൾ ഹിപ്പോ ക്യാമ്പസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്യൂബിക്കുലവും ഹിപ്പോ ക്യാമ്പസും ഒരുമിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിരമിഡൽ സെൽസ് ആയിരിക്കും അതിലേറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. ഡെൻഡേറ്റ് ഗൈറസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുണ്ടാവുക ഗ്രാന്യൂൾ സെൽസ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഡയഗ്രാം കണ്ടു. ഈ ഡയഗ്രത്തിൻ്റെ ഈ ഭാഗത്തു കൂടി നമ്മളൊരു സെക്ഷൻ എടുത്താൽ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുക, അതിനെ എൻലാർജ് ചെയ്താൽ ദാറ്റ് വിൽ ബി അപ്പിയറിങ് ലൈക്ക് ദിസ്, ഇങ്ങനെയായിരിക്കും കാണുക. അപ്പോൾ ഈ കാണുന്ന ക്യാവിറ്റിയാണെന്ത് ഇൻഫീരിയർ ഹോൺ ഓഫ് ലാറ്ററൽ വെൻട്രിക്കിൾ. ഇതതിൻ്റെ കൊറോയ്ഡ് പ്ലക്സസ് ആണ്. അതിൻ്റെ ഫ്ലോറാണ് നമ്മളിവിടെ കാണുന്ന ഇത്രയും സ്ട്രക്ചേഴ്സ്. ദീസ് ആർ ദ ഫ്ലോർ ഓഫ് ദ ഇൻഫീരിയർ ഹോൺ ഓഫ് ലാറ്ററൽ വെൻട്രിക്കിൾ. നമ്മൾ നേരത്തെ പടത്തിൽ നിന്ന് കണ്ടതുപോലെ തന്നെ ഔട്ടറായിട്ട് കാണപ്പെടുന്ന മീഡിയലി കാണപ്പെടുന്ന ഈ സ്ട്രക്ചറാണെന്ത് ഡെൻഡേറ്റ് ഗൈറസ്. ഇത് ക്രിനേറ്റഡ് എഡ്ജസ് ആയിരിക്കും. അതിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചറായിരുന്നു എന്ത് ഫിംബ്രിയ. ഫിംബ്രിയ വിൽ ബി കണ്ടിന്യൂയിങ് പോസ്റ്റീരിയർലി ആസ് ഫോർനെക്സ്. പിന്നീട് ഇവിടെ കാണുന്ന ഈ ബ്ലൂ സ്ട്രക്ചറാണെന്ത് ദാറ്റ് ഈസ് ദ പ്രോപ്പർ ഹിപ്പോ ക്യാമ്പസ്. പ്രോപ്പർ ഹിപ്പോ ക്യാമ്പസിനെ വീണ്ടും ഫർദറായിട്ട് ട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ റീച്ച് ദ സുബിക്കുലം. ഇവിടെ ലേബലിംഗ് കാണിച്ചിട്ടുണ്ട്. സുബിക്കുലത്തിന് ശേഷം ഇവിടെ കാണുന്നതാണെന്ത് എൻഡോറൈനൽ കോർട്ടക്സ് അല്ലെങ്കിൽ പാരാ ഹിപ്പോ ക്യാമ്പൽ ഗൈറസ്. ബേസ് ഓഫ് ദ ബ്രെയിൻ നോക്കുമ്പോൾ നമുക്കറിയാം പാരാ ഹിപ്പോ ക്യാമ്പൽ ഗൈറസ് വിൽ ബി ലിമിറ്റഡ് laterally by the collateral sulcus which can be seen in this diagram. പക്ഷേ എൻഡോറൈനൽ കോർട്ടക്സ് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ അതിനെ റൈനൽ സൾക്കസ് ആണ് ഈ ലാറ്ററലി ലിമിറ്റ് ചെയ്യുക എന്നുകൂടെ പറയാറുണ്ട്. ദിസ് ഈസ് ദ ഡയഗ്രാം. അപ്പോൾ ഇതിൽ കാണാൻ പറ്റും ഇവിടെ ഹിപ്പോ ക്യാമ്പസ് ബ്ലൂ ലെയറിൽ കാണിച്ചിരിക്കുമ്പോൾ തന്നെ അതിൽ 1, 2, 3 3 ലെയറേ കാണാൻ പറ്റുന്നുള്ളൂ. ദിസ് ഈസ് ദ ഡെൻഡേറ്റ് ഗൈറസ്. ഡെൻഡേറ്റ് ഗൈറസ് നോക്കി അവിടെയും 1, 2, 3 ലെയർ ന്യൂറോൺസാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുമ്പ് ജനറലായിട്ട് 1-2 കാര്യങ്ങൾ പറയാം. വാട്ട് അബൌട്ട് ദ അഫറൻസ്, അതായത് ഹിപ്പോ ക്യാമ്പസിലേക്ക് വരുന്ന ഫൈബേഴ്സ് എവിടെ നിന്ന് വരുന്നു? തെറ്റിപ്പോരുത്. ഹിപ്പോ ക്യാമ്പൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതിനെ മൊത്തം കൂടി പറയുന്ന പേരാണ്. ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്ലൂ സ്ട്രക്ചറിനെ മാത്രം വിളിക്കുന്ന പേരാണ് ഹിപ്പോ ക്യാമ്പസ് പ്രോപ്പർ. അപ്പോൾ ഹിപ്പോ ക്യാമ്പസ് പ്രോപ്പറിൻ്റെ അഫറൻറ്റ് എവിടെ നിന്ന് വരുന്നു? ഇവിടുന്ന് ക്ലിയറായിട്ട് കാണിച്ചിട്ടുണ്ട്. വൺ ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സ് ഈസ് കമ്മിങ് ഫ്രം ദ എൻഡോറൈനൽ ഏരിയ അല്ലെങ്കിൽ എൻഡോറൈനൽ കോർട്ടക്സ് ആൻഡ് ദിസ് പാത്ത് വേ ഓഫ് ഫൈബേഴ്സ് ഈസ് നോൺ ആസ് പെർഫറൻറ്റ് പാത്ത്. ഈ പെർഫറൻറ്റ് പാത്തിൽ നിന്ന് ക്ലിയറായിട്ട് കാണാൻ പറ്റും എൻഡോറൈനൽ ഏരിയയിൽ നിന്ന് ഫൈബേഴ്സ് വന്ന് ഡെൻഡേറ്റ് ഗൈറസിലേക്കാണ് പാസ് ചെയ്യുക. ഇനി യു ക്യാൻ സി അനദർ ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സ് വിച്ച് ഈസ് എക്സ്റ്റെൻഡിങ് ഫ്രം ദ സുബിക്കുലം. ഇതാണ് സുബിക്കുലം, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സുബിക്കുലത്തിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് യു ക്യാൻ ട്രേസ് ദ ഫൈബേഴ്സ് ഓവർ ഹിയർ. അത് എക്സ്റ്റെൻഡ് ചെയ്ത് നൗ യു ക്യാൻ സീ ദ ഫൈബേഴ്സ് കവറിങ് ദ വെൻട്രിക്കുലാർ സർഫസ് ഓഫ് ദ ഹിപ്പോ ക്യാമ്പസ്. അതായത് ദിസ് ഈസ് ദ ഇൻഫീരിയർ ഹോൺ ഓഫ് ദ ലാറ്ററൽ വെൻട്രിക്കിൾ. ഈ സർഫസ് ആണെന്ന് ഹിപ്പോ ക്യാമ്പസിൻ്റെ വെൻട്രിക്കുലാർ സർഫസ്. അതിനെ കവർ ചെയ്തുകൊണ്ടാണ് ഈ ഫൈബേഴ്സ് പാസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സ് ഈസ് നോൺ ആസ് ആൽവിയസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽവിയസ്. ബാക്കിയുള്ള കണക്ഷൻസ്, ഫൈബർ കണക്ഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഗോ ടു അനദർ ഡയഗ്രാം. ദിസ് ഈസ് ദ ഡയഗ്രാം. അപ്പോൾ ഇതിൽ കണക്ഷൻസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള എ ഡയഗ്രത്തിൽ ഇറ്റ് ഇസ് ഷോൺ ആസ് CA1, CA2, CA3 ആൻഡ് CA4. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. CA എന്ന് പറഞ്ഞാൽ കോർണോ അമോണിസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹിപ്പോ ക്യാമ്പസ് പ്രോപ്പറിനെ 4 റീജിയനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ നമുക്ക് മോസ്റ്റ് റെലവൻ്റായിട്ട് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് CA1ഉം CA3യുമാണ് മേജറായിട്ടുള്ളത്. അത് മാത്രമൊന്ന് അതിൻ്റെ റീജിയൻ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തേക്കുക. The next diagram, B diagram, shows the fibers and their connections, interconnections between them. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അതായത് ഒരു പാത്ത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. The number 1
ഈ കാണിച്ചിരിക്കുന്ന ഫൈബർ എന്ന് പറയുന്നത് സെൻസറി അസോസിയേഷൻ ഏരിയയിൽ നിന്ന് വരുന്നതാണ് സെറിബ്രൽ കോർട്ടക്സിൽ. അത് ഓൾറെഡി പറഞ്ഞു, അത് ഓഡിറ്ററി അസോസിയേഷൻ ആവാം, വിഷ്വൽ അസോസിയേഷൻ ആവാം, അല്ല സൊമറ്റോ സെൻസറി അസോസിയേഷൻ കോർട്ടക്സിൽ നിന്നും ആകാം. ഇങ്ങനെ വരുന്ന ഇൻഫർമേഷൻ നേരെ വന്ന് ഇറ്റ് വിൽ റീച്ച് ദ എൻഡോറൈനൽ കോർട്ടക്സ്. ഇവിടെ നിന്ന് ഇവിടെയുള്ള മെയിൻ പിരമിഡൽ സെൽസാണ്. പിരമിഡൽ സെൽസിൽ നിന്ന് അതിൻ്റെ ആക്സോൺസ്, ഇവിടെയുള്ള എല്ലാ പിരമിഡൽ സെൽസിൻ്റെയും പ്രത്യേകത, ഇതിൻ്റെ ആക്സോൺ അറേസ് ചെയ്യുന്നത് ഇതിൻ്റെ എപ്പക്സിൽ നിന്നല്ല, പകരം അതിൻ്റെ ബേസിൽ നിന്നാണ്. അത് ഹിപ്പോക്യാമ്പസിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ബേസിൽ നിന്നാണ് ആക്സോൺ അറേസ് ചെയ്യുക. എപ്പക്സിലുള്ളത് ഡെൻഡ്രൈറ്റ് ആണ്. അത് കോമൺ ആയിട്ട് ഓർത്തിരിക്കുക. എനിവേ, എൻഡോറൈനൽ കോർട്ടക്സിൽ ഇൻഫർമേഷൻ എത്തി. അവിടെ നിന്ന് ഫൈബേഴ്സ് വിൽ ബി പ്രൊജക്റ്റഡ് ടു ദ ഡെൻഡേറ്റ് ഗൈറസ്. അതാണ് ഇവിടെ 2 എന്ന് കാണിച്ചിരിക്കുന്നത്. ഈ ഫൈബറിനെയാണ്, ഈ പാത്തിനെയാണ് നമ്മൾ നേരത്തെ പെർഫറൻറ്റ് പാത്ത് എന്ന് നമ്മൾ മുമ്പ് വിളിച്ചത്. അപ്പോൾ ഇങ്ങനെ പെർഫറൻറ്റ് പാത്ത് വഴി എത്തുന്ന ഫൈബേഴ്സ് ഡെൻഡേറ്റ് ഗൈറസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതിൽ പിരമിഡൽ സെല്ലല്ല മജോറിറ്റി വിൽ ബി ദ ഗ്രാന്യൂൾ സെൽസ് അടുക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഗ്രാന്യൂൾ സെൽസിൻ്റെ ഡെൻഡ്രൈറ്റിലേക്കാണ് പെർഫറൻറ്റ് പാത്തിലൂടെ എൻഡോറൈനൽ ഏരിയയിലുള്ള ആക്സോൺസ് എത്തുക. ആ ഇൻഫർമേഷൻ ഗ്രാന്യൂൾ സെല്ല് സ്വീകരിച്ചതിന് ശേഷം ദാറ്റ് വിൽ ബി കൺവേയ്ഡ് ഇൻ ടു ദ പിരമിഡൽ സെൽ ഇൻ CA3 സെഗ്മെൻറ്റ് ഓഫ് ദ ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ. അതാണ് ഇവിടെ കാണിക്കുക. നമ്പർ 3 എന്ന് കാണിക്കുന്നത് ഗ്രാന്യൂൾ സെല്ലിൻ്റെ ആക്സോൺസ് ഇറങ്ങി CA3 സെഗ്മെൻറ്റിലുള്ള ഹിപ്പോക്യാമ്പൽ ഫോർമേഷനിലേക്ക് എത്തി. ഇവിടെ ആ ആക്സോൺ കാണാൻ പറ്റും. അപ്പോൾ ഈ ആക്സോൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സോൺ മെയിൻലി ഇറ്റ് വിൽ പാസ് ഇൻ ടു ദ ഫിംബ്രിയ. നമുക്കത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പിന്നീട് വരാം. പക്ഷേ ആ ഫിംബ്രിയയിലേക്ക് ഒരു ആക്സോൺ പോകുന്നതിന് മുമ്പ് തന്നെ യു ക്യാൻ സീ ഇറ്റ് ഗീവ്സ് ഓഫ് സം കൊളാട്രൽസ് ഇസ് ഗിവൺ ഓഫ് ആൻഡ് ദാറ്റ് ഈസ് ടേക്കിംഗ് എ റെക്കറൻറ്റ് കോഴ്സ് ആൻഡ് ദേ വിൽ ബി റീച്ചിങ് ഇൻ ടു ദ CA1 സെഗ്മെൻറ്റ് ഓഫ് ദ ഹിപ്പോക്യാമ്പസ്. ഇതാണ് CA1 സെഗ്മെൻറ്റ്. ഈ CA1 സെഗ്മെൻറ്റിലുള്ള പിരമിഡൽ സെല്ലിൻ്റെ ഡെൻഡ്രൈറ്റിലേക്കാണ് ഈ പറയുന്ന റെക്കറൻറ്റ് ഫൈബേഴ്സ് വന്നത്. ഈ റെക്കറൻറ്റ് ഫൈബേഴ്സിനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരാണ് ഷാഫർ കൊളാട്രൽ. ഷാഫർ മീൻസ് SCHAFFER, ഷാഫർ കൊളാട്രൽ. ശരി, അതിനുശേഷം എന്ത് പറ്റുന്നു? ദ ഇൻഫർമേഷൻ ദാറ്റ് റീച്ച്ഡ് വയാ ദ ഷാഫർ കൊളാട്രൽ വിൽ ബി കൺവേയ്ഡ് ഇൻ ടു ദ സുബിക്കുലം റീജിയൻ. അതാണ് നമ്പർ 5 എന്ന് കാണിച്ചിരിക്കുക. സുബിക്കുലത്തിലും പിരമിഡൽ സെൽസ് ഉണ്ട്. അതിൻ്റെ ഡെൻഡ്രൈറ്റ്സിലേക്ക് യു ക്യാൻ സീ ദ ആക്സോൺസ് ഓഫ് CA1 സെഗ്മെൻറ്റ് ഓവർ ഹിയർ ദാറ്റ് ഈസ് പാസിംഗ് ഇൻ ടു ദ ഡെൻഡ്രൈറ്റ്സ് ഓഫ് ദ ന്യൂറോൺസ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ സുബിക്കുലം. സുബിക്കുലത്തിൽ നിന്ന് വീണ്ടും ആക്സോൺസ് അറേസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഷോൺ ആസ് 1 ഓവർ ഹിയർ ആൻഡ് 1 ഓവർ ഹിയർ. അതായത് മനസ്സിലാക്കേണ്ട കാര്യം, സുബിക്കുലത്തിൽ നിന്ന് 2 ഡയറക്ഷനിലാണ് ഫൈബേഴ്സ് പാസ് ചെയ്യുക. വൺ ഓഫ് ദ ഫൈബേഴ്സ് ദാറ്റ് ഈസ് ഷോൺ ആസ് 6. ഈ ഫൈബർ എന്ത് സംഭവിക്കുന്നു? യു ക്യാൻ സീ ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ, ഹിപ്പോക്യാമ്പസ് പ്രോപ്പറിൻ്റെ വെൻട്രിക്കുലർ സർഫസിലൂടെ കോഴ്സ് ചെയ്ത് ദാറ്റ് വിൽ ബി റീച്ചിങ് ഇൻ ടു ദ ഫിംബ്രിയ റീജിയൻ. ഈ ഫൈബേഴ്സിനെയാണ് നമ്മൾ മുൻപ് എന്ത് വിളിച്ചത്? യു കോൾഡ് ഇറ്റ് ആസ് ആൽവിയസ്. ഓർക്കുക, that it came from the subiculum and that was coursing through the ventricular surface of the hippocampus and they passed into the fimbria. ബാക്കിയുള്ള ഫൈബർ നമ്പർ 7 എന്ന് കാണിച്ചിരിക്കുന്ന ഫൈബർ they will be passing from the subiculum into the entorhinal cortex neurons. അപ്പോൾ എൻഡോറൈനൽ കോർട്ടക്സിൽ നമ്മൾ ആദ്യം കണ്ട ന്യൂറോൺസ് ഇവിടെ തന്നെയുണ്ട്. അതിൻ്റെ ഡെൻഡ്രൈറ്റ്സിലേക്കാണ് ആര് വരിക? സുബിക്കുലത്തിൻ്റെ ആക്സോൺസ് വരിക. ഇങ്ങനെ വരുന്ന ഇൻഫർമേഷൻ ഇറ്റ് വിൽ ബി പ്രൊജക്റ്റഡ് ബാക്ക്. ഈ ഇൻഫർമേഷൻ വന്നു. ഇതിൻ്റെ ഈ ന്യൂറോൺ നോക്കുക. ഈ ഇൻഫർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ സെറിബ്രൽ കോർട്ടക്സിൻ്റെ സെൻസറി അസോസിയേഷൻ ഏരിയസിലേക്ക് തിരിച്ച് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് ഷോൺ ആസ് നമ്പർ 8. ദിസ് ഈസ് ദ ജനറൽ ഫൈബർ കണക്ഷൻസ് വിത്തിൻ ദ ഹിപ്പോക്യാമ്പസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞത് ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ നോക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്ലൂഡ് ദിസ് എൻറ്റയർ സ്ട്രക്ചർ. അവിടെ നിന്ന് 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സ് പോകുന്നുണ്ട്. വൺ ഈസ് ത്രൂ ദ ഫിംബ്രിയ, അനദർ വൺ ഈസ് ത്രൂ ദ ഫൈബേഴ്സ് ടു ദ സെൻസറി അസോസിയേഷൻ ഏരിയസ്, ദാറ്റ് ഈസ് ദ 8. അതേസമയം
ഹിപ്പോക്യാമ്പസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിപ്പോക്യാമ്പസ് പ്രോപ്പർ എന്ന് പറയുന്ന സ്ട്രക്ചർ മാത്രം നോക്കുവാണെങ്കിൽ അതിൻ്റെ ചീഫ് ഇഫറൻ്റ് എന്ന് പറയുന്നത് ഫിംബ്രിയ തന്നെയാണ്. അത് ഓർത്തിരിക്കുക. നൗ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് ഹിപ്പോക്യാമ്പസ്? ഹിപ്പോക്യാമ്പസിൻ്റെ ഫങ്ഷൻ ഈസ് മോസ്റ്റ്ലി ഇൻ റിലേഷൻ വിത്ത് ദ റീസെൻറ്റ് മെമ്മറി. അപ്പോൾ റീസെൻറ്റ് മെമ്മറി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ റീസെൻറ്റ് മെമ്മറിയെ കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ് ഹിപ്പോക്യാമ്പസിൻ്റെ മെയിൻ റോൾ. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഫിംബ്രിയയുടെ ബാക്കി, അതായത് ഫിംബ്രിയയുടെ കണ്ടിന്യൂഷനായിട്ടുള്ള ഫോർനിക്സിനെല്ലാം എന്ത് സംഭവിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ദിസ് വാസ് ദ ഡയഗ്രാം, ഇനിഷ്യൽ ഡയഗ്രാം നമ്മൾ ആദ്യം കണ്ടതാണിത്. ദിസ് വാസ് ദ ഹിപ്പോക്യാമ്പസ്. അതിൻ്റെ മീഡിയൽ ആസ്പെക്റ്റിൽ നമ്മുടെ ഈ കാണുന്ന സ്ട്രക്ചറാണ് ദ ഫിംബ്രിയ. ഞാനിവിടെ തൊടുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഐ എം നോട്ട് ടച്ചിങ് ഓൺ ദ ഹിപ്പോക്യാമ്പസ് പ്രോപ്പർ, ഐ എം ആക്ച്വലി ടച്ചിങ് ഓവർ ദ ആൽവിയസ്. ആൽവിയസിൻ്റെ മീഡിയൽ എഡ്ജാണ് ഫിംബ്രിയ. ഫിംബ്രിയ കണ്ടിന്യൂസ് പോസ്റ്റീരിയർലി ആസ് ദ ക്രസ് ഓഫ് ദ ഫോർനിക്സ്. ക്രസ് ഈ സ്ട്രക്ചർ കാണാൻ പറ്റും. ഇനി രണ്ട് ക്രസ്സും കൂടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ദേ വിൽ ബി ജോയിനിങ്. ദിസ് ഈസ് ദ റൈറ്റ് സൈഡ് ക്രസ്, this will be the left side crust, and they will be joining together over this region will be as the body of the fornix. ഈ ബോഡി ഓഫ് ദ ഫോർനിക്സ് വീണ്ടും മുന്നോട്ട് നമ്മൾ ട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ they will diverge again to form the pillars of the fornix, and to the front this fornix will be splitted into two based on the anterior commissure. ആൻറ്റീരിയർ കമ്മീഷറിന് മുൻപിലേക്കൊരു പാർട്ട് പോകും, പുറകിലേക്കൊരു പാർട്ട് പോകും. മുൻപിലേക്ക് പോകുന്നത് പ്രീ കമ്മീഷണറൽ പാർട്ടും പുറകിലേക്ക് വരുന്നത് പോസ്റ്റ് കമ്മീഷണൽ പാർട്ടും എന്ന് പറയും. പ്രീ കമ്മീഷണൽ പാർട്ട് ഓഫ് ദ ഫോർനിക്സ്, കോളംസ് ഓഫ് ഫോർനിക്സ് ഓർ പില്ലേഴ്സ് ഓഫ് ഫോർനിക്സ് will be reaching to the mainly to the septal nuclei. Post commissural part of the columns of fornix will be mainly reaching to the mammillary body. ഈ ഒരു പോയിന്റിൽ mammillary body and this fornix, all this takes a part of the Papez circuit. Papez circuit എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സർക്യൂട്ടാണ്. ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ കൺസോൾട്ടേഷൻ ഓഫ് ദ മെമ്മറി. ഇപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് മാത്രം ഒന്ന് പറഞ്ഞു പോകാം, പടത്തിൽ കാണിക്കുന്നില്ല. കമ്പോണൻസ് വിൽ ബി ദ സിംഗുലേറ്റ് ഗൈറസ്, then hippocampus, mammillary body and anterior nucleus of thalamus, then again from there to the cingulate gyrus. അപ്പോൾ ഇതിൽ സിംഗുലേറ്റ് ഗൈറസിൽ നിന്ന് ഹിപ്പോക്യാമ്പസിലേക്ക് ഇൻഫർമേഷൻ വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് വരുന്നു. ഈ ഹിപ്പോക്യാമ്പസിൽ നിന്ന് ഫോർനിക്സ് വഴി മാമിലറി ബോഡിയിലേക്ക് എത്തും. മാമിലറി ബോഡിയിൽ നിന്ന് മാമിലോ തലാമിക് ട്രാക്റ്റ് വഴി ആൻറ്റീരിയർ ന്യൂക്ലിയസ് ഓഫ് തലാമസിലേക്ക് എത്തും. അവിടെ നിന്ന് വീണ്ടും സിംഗുലേറ്റ് ഗൈറസിലേക്ക് പോകും. ഇങ്ങനെയാണ് ഈ സർക്യൂട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. റിപ്പീറ്റ് ചെയ്ത് ഫൈനലി ദ മെമ്മറി വിൽ ഗെറ്റ് കൺസോളിഡേറ്റഡ്. അപ്പോൾ മോർ സ്റ്റിമുലസ് വരുമ്പോൾ ഈ റെപ്പറ്റീഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. സോ ദിസ് വാസ് ദ ഫോർനിക്സ്. ഇനി ഈ ബോഡി ഓഫ് ഫോർനിക്സിൻ്റെ റീജിയനിൽ അല്ലെങ്കിൽ തൊട്ട് മുമ്പായിട്ട് വി ക്യാൻ സീ സം ഫൈബേഴ്സ് ആർ ക്രോസിംഗ് ടു ഈച്ച് അതർ ആൻഡ് ദാറ്റ് വിൽ ബി നോൺ ആസ് Hippocampal commissure. This is an example of commissural fiber. Basically നമ്മൾ കുറച്ചുകൂടെ ഡെപ്തിൽ നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് fornix will act as a commissural fiber, a projection fiber and an association fiber. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ തൽക്കാലം പോകുന്നില്ല. ഇനി ഒരു ടേം നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ദ മീഡിയൽ ടെമ്പറൽ ലോബ്. മീഡിയൽ ടെമ്പറൽ ലോബ് എന്ന ഒരു ക്ലിനിക്കൽ ടേമാണ് ആൻഡ് ദാറ്റ് എൻക്ലോസസ് ദ ഹിപ്പോക്യാമ്പൽ കോംപ്ലക്സ്, പാരാഹിപ്പോക്യാമ്പൽ ഗൈറസ് ആൻഡ് അമിഗ്ദള. ഇത്തരം മൂന്നെണ്ണത്തിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് മീഡിയൽ ടെമ്പറൽ ലോബ്. അപ്പോൾ ക്ലിനിക്കൽ ആസ്പെക്റ്റിൽ സംടൈംസ് വി കോൾ മീഡിയൽ ടെമ്പറൽ ലോബ് സിൻഡ്രോം എന്നെല്ലാം പറയും. അപ്പോൾ അതിൻ്റെ എല്ലാം അർത്ഥം ഇതാണ്. നൗ സം അഡീഷണൽ പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഈ കാണുന്ന സ്ട്രക്ചറാണ് ഡെൻഡേറ്റ് ഗൈറസ്. അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ വെളിയിൽ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഡെൻഡേറ്റ് ഗൈറസിൻ്റെയും ഈ വരുന്ന ഹിപ്പോക്യാമ്പസിൻ്റെ ഇടയിലുള്ള ഈ സൾക്കസ്, ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ഹിപ്പോക്യാമ്പൽ സൾക്കസ്. അതുപോലെ ഡെൻഡേറ്റ് ഗൈറസിൻ്റെയും ഈ ഫിംബ്രിയയുടെ ഇടയിലുള്ള ഈ സൾക്കസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയോ ഡെൻഡേറ്റ് സൾക്കസ്. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് ബേസിക്കലി ഇത് അനാട്ടമിക്കൽ സ്ട്രക്ചർ ഈസ് സംവാട്ട് ഓവർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ഫങ്ഷണൽ ആസ്പെക്റ്റാണ്. അത്
കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 1-2 കാര്യങ്ങൾ, കുറച്ച് വാക്കുകൾ ആദ്യം പരിചയപ്പെടുത്താം. ദാറ്റ് ഈസ് ഷോർട്ട് ടേം മെമ്മറി റിലേറ്റഡ് ആണ് ഹിപ്പോകാമ്പസ് നമ്മൾ പറഞ്ഞത്. അപ്പം മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ. വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് ഷോർട്ട് ടേം മെമ്മറി. എന്താണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ആവും. അതായത് നമ്മളോട് ഒരാൾ നമ്പർ പറയുന്നു, ആ നമ്പർ നമ്മൾ കേട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഡയൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം എഫർട്ട് ഇല്ലാതെ നമുക്ക് നമ്പർ ഡയൽ ചെയ്യാൻ പറ്റും. പക്ഷേ അത് കുറച്ച് നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നമ്പർ നമ്മൾ മറന്നു പോയെന്നിരിക്കും. ഈ ടൈപ്പ് ഓഫ് മെമ്മറി നമ്മൾ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടേം മെമ്മറി. അതായത് ഒരു വളരെ ബ്രീഫ് മൊമെൻറ്റിലേക്ക് മാത്രമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറി. അപ്പോൾ ഒബ്വിയസ്ലി ഇതിൻ്റെ അടുത്ത ടൈപ്പ് ഓഫ് മെമ്മറി ആയിരിക്കും എന്ത്? ലോങ് ടേം മെമ്മറി അല്ലെങ്കിൽ റിമോട്ട് മെമ്മറി. ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് വളരെ പഴയ കാര്യങ്ങൾ വരെ നമ്മുടെ കൺസോളിഡേറ്റഡ് ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ലോങ് ടേം മെമ്മറി. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ലോങ് ടേം മെമ്മറി നമുക്ക് കാണാൻ പറ്റും. വൺ വിൽ ബി എക്സ്പ്ലിസിറ്റ് മെമ്മറി, അനദർ വൺ വിൽ ബി ദ ഇംപ്ലിസിറ്റ് മെമ്മറി. അതായത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരാളുടെ പറയാൻ പറ്റുമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരാളുടെ ബർത്ത്ഡേ ഏത് ദിവസമാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരാളുടെ പഴയ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആയത് ഏത് വർഷമാണ്, ഇതെല്ലാം നമുക്ക് ഒരാളോട് നമ്മുടെ വാക്കുകൾ വഴി നമുക്ക് പറയാൻ പറ്റും. ഇതുമല്ല, ചിലപ്പോൾ ചില അനുഭവങ്ങളായിരിക്കും പറയാൻ പറ്റുക. ഒരു പർട്ടിക്കുലർ ഫാക്റ്റ് അല്ല, ഒരു അനുഭവമാണെങ്കിൽ നമ്മളതിനെ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയും. ഇനി അല്ലെങ്കിൽ ഫാക്ട്സ് ആൻഡ് കൺസെപ്റ്റ്സിനെ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ സിനാരിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് സെമൻറ്റിക് മെമ്മറി. അപ്പോൾ അത് എപ്പിസോഡിക് ആൻഡ് സെമൻറ്റിക് മെമ്മറി ബോത്ത് ആർ പാർട്സ് ഓഫ് ദ എക്സ്പ്ലിസിറ്റ് മെമ്മറി. നമുക്ക് വേറൊരാളുടെ പറയാൻ പറ്റുന്നതാണ്. അതേസമയം ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് വെച്ചാൽ നമുക്കത് പറയാൻ പറ്റില്ല. നമുക്കത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈക്കിൾ ചവിട്ടുക, റൈഡിങ് എ ബൈസൈക്കിൾ, അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ഒരാളുടെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ദാറ്റ് യു സിംപ്ലി ഡു ഇറ്റ്. നമ്മുടെ മെമ്മറിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതിനപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത മെമ്മറിയാണെന്ത്? ഇംപ്ലിസിറ്റ് മെമ്മറി. അപ്പം ചില കണ്ടീഷനിൽ ഒരു പ്രൊസീജിയറുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഇംപ്ലിസിറ്റ് മെമ്മറിയെ നമ്മൾ പ്രൊസീജിയറൽ മെമ്മറി എന്നും പറയാറുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, ലോങ് ടൈം മെമ്മറി ഉണ്ട്. ലോങ് ടൈം മെമ്മറിയിൽ 2 ടൈപ്പ്, എക്സ്പ്ലിസിറ്റ് മെമ്മറിയും ഇംപ്ലിസിറ്റ് മെമ്മറിയും. എക്സ്പ്ലിസിറ്റ് മെമ്മറിയിൽ വീണ്ടും 2 ടൈപ്പ്, എപ്പിസോഡിക് മെമ്മറിയും സെമൻറ്റിക് മെമ്മറിയും. ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ നമ്മളതിന് വേറൊരു പേര് വിളിച്ചതാണ് പ്രൊസീജിയറൽ മെമ്മറി. ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിനെ പറ്റിയുള്ള നമ്മുടെ മനസ്സിലുള്ള ഐഡിയ, ഒരാളുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞു. ഇനി വേറൊരു വാക്കാണ് വർക്കിംഗ് മെമ്മറി. വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സൈക്കിൾ ഓട്ടുന്നു അല്ലെങ്കിൽ കാർ ഓടിക്കുന്നു. പക്ഷേ കാർ ഓടിക്കുക എന്നുള്ളതാണ് ഇംപ്ലിസിറ്റ് മെമ്മറി. വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു പരിചയമുള്ള റോഡിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് 5 ദിവസം കാർ ഓടിക്കുന്നു. 5ാമത്തെ ദിവസം നമ്മൾ കാർ ഓടിച്ച് തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന ഒരു പർട്ടിക്കുലർ റീജിയനിൽ വെച്ച് നമ്മൾ റൈറ്റ് സൈഡ് പിടിച്ച് നിന്നാലേ പെട്ടെന്ന് വലത്തേക്ക് തിരിയാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു വളവ് വരുന്നുണ്ട്, നമ്മൾ ഇവിടെ തൊട്ട് സ്പീഡ് കുറച്ച് തുടങ്ങിയാലേ പെട്ടെന്ന് തിരിഞ്ഞ് പോകാൻ പറ്റൂ. ഇങ്ങനെ വളരെ ബ്രീഫായിട്ടുള്ള സൈമിൾട്ടേനിയസ് റിട്രീവൽ ഓഫ് സെവറൽ ഐറ്റംസ് വിച്ച് ക്യാൻ ബി റിറ്റൈൻഡ് ഫ്രം ദ ലോങ് ടൈം മെമ്മറി എഫർട്ട്ലെസ്ലി. എന്തിന്? ഫോർ എ ടാസ്ക് ഇൻ ഹാൻഡ്. അതിനായിട്ടുള്ള, അതായത് കയ്യിലുള്ളൊരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന, എന്നാൽ ആ വർക്കിനെ കൂടുതൽ ബെറ്ററായിട്ട് നമ്മളെ ചെയ്യാൻ സഹായിക്കുന്ന ഇൻഫർമേഷനാണെന്ത്? വർക്കിംഗ് മെമ്മറി. നമ്മളിപ്പോൾ പല പ്രാവശ്യം പറഞ്ഞ വാക്കാണ് കൺസോളിഡേഷൻ. എന്താണ് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ? കൺസോളിഡേഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റോറിങ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറിയിലേക്ക് പുതിയൊരു ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സാണെന്ത്? കൺസോളിഡേഷൻ. ആൻഡ് ദിസ് പർട്ടിക്കുലർ ഫങ്ഷൻ ഈസ് ദ മെയിൻ റോൾ ഓഫ് ഹിപ്പോകാമ്പൽ കോംപ്ലക്സ് ഓർ ഹിപ്പോകാമ്പൽ ഫോർമേഷൻ. അങ്ങനെ കൺസോളിഡേറ്റഡ് ആയ മെമ്മറി നമ്മൾ സൈക്കിൾ കണ്ടു. അതായത് എൻഡോറൈനൽ കോർട്ടക്സിന് ഈ പടത്തിൽ കാണാൻ പറ്റും. കൺസോളിഡേറ്റ് ആയ മെമ്മറി എന്നിട്ട് തിരിച്ച് അസോസിയേഷൻ ഏരിയാസിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ സെൻസറി അസോസിയേഷൻ ഏരിയാസ് ഓഫ് ദ സെറിബ്രൽ കോർട്ടക്സ്. ഒരിക്കലും കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ലോങ് ടേം മെമ്മറി റിട്രീവ് ചെയ്യാൻ ഹിപ്പോകാമ്പൽ ഫോർമേഷൻ്റെ ആവശ്യമില്ല. ഹിപ്പോകാമ്പൽ ഫോർമേഷൻ എപ്പോഴും ആവശ്യം വരുന്നത് ഓൺലി ഫോർ ദ കൺസോളിഡേഷൻ അല്ലെങ്കിൽ റീസെൻ്റ് മെമ്മറി എന്നുള്ള കേസിലാണ് വരുന്നത്. ഇനി കുറച്ച് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട്സ് നോക്കാം. അതായത്
ഒരാളുടെ രണ്ട് സൈഡിലുമുള്ള ഹിപ്പോക്യാമ്പൽ കോംപ്ലക്സ് ഡാമേജ് ആവുന്നു. വാട്ട് വിൽ ഹാപ്പൻ? ദ പ്രൈമറി സിംറ്റം ദാറ്റ് വിൽ ഓർ സൈൻ ദാറ്റ് വിൽ വി ക്യാൻ എലിസിറ്റ് വിൽ ബി ദ ആൻറ്റിറോഗ്രേഡ് അംനീഷ്യ. എന്ന് വെച്ചാൽ പുതുതായിട്ട് ആ ഇഞ്ചുറിക്ക് ശേഷം പുതുതായിട്ട് പഠിച്ച കാര്യങ്ങളൊന്നും പുള്ളി ഓർത്തിരിക്കില്ല. പക്ഷേ അതിന് മുൻപുള്ള കാര്യങ്ങൾ എല്ലാം നല്ലപോലെ ഓർമ്മ കാണും. കാരണം അതിന് ഹിപ്പോക്യാമ്പൽ ലോങ് ടൈം മെമ്മറിയിൽ ഹിപ്പോക്യാമ്പൽ ഫോർമേഷന് റോളില്ല. 2, അപ്പം ഇത് ശരിക്കും ലോങ് ടൈം മെമ്മറിയിൽ റോളില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ റീസെൻ്റ് മെമ്മറിയിൽ മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ബേസിക്കലി ഇത് നമുക്ക് ഒരാളോട് പറയാനുള്ള മെമ്മറിയാണല്ലോ നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളിതിനെ വേണമെങ്കിൽ പറയാം ദർ ഇസ് എ ലോസ് ഓഫ് എക്സ്പ്ലിസിറ്റ് ഓർ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയാം. അതായത് ഒരു ഫാക്റ്റ് ചോദിച്ചാൽ പുതുതായിട്ട് നടന്നൊരു ഫാക്റ്റ് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ പ്രൊസീജിയറൽ മെമ്മറി മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതായത് ഹിപ്പോക്യാമ്പൽ ഫോർമേഷനിൽ പ്രൊസീജിയറൽ മെമ്മറി അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറി കാര്യമായിട്ട് അഫക്റ്റ് ആകപ്പെടുന്നില്ല. ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ്റെ ലീഷനിൽ ഇംപ്ലിസിറ്റ് മെമ്മറി അഫക്റ്റ് ആകപ്പെടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എക്സാമ്പിൾ പറയുമ്പോൾ അത് സിമ്പിളായിട്ട് മനസ്സിലാവും. അതായത് നമ്മളിപ്പോൾ ഈ സിംറ്റമായിട്ട് ബൈലാറ്ററൽ ലോസ് ഓഫ് ഹിപ്പോക്യാമ്പൽ ഫോർമേഷനായിട്ട് വന്ന ഒരാളോട് വി ആസ്ക് ദം ടു അറേഞ്ച് എ ജിക്സോ പസിൽ. അപ്പം ആദ്യത്തെ ദിവസം നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു, അതവർ അറേഞ്ച് ചെയ്യും. രണ്ടാമത്തെ ദിവസം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു, അവർ അറേഞ്ച് ചെയ്യും. മൂന്നാമത്തെ ദിവസം അറേഞ്ച് ചെയ്യാൻ പറയുമ്പോഴും അറേഞ്ച് ചെയ്യും, ബട്ട് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. പക്ഷേ മൂന്നാമത്തെ ദിവസം നമ്മൾ ആ പേഷ്യൻറ്റിനോട് ചോദിക്കുവാണ്, നിങ്ങൾ ഇന്നലെ ഈ ജിക്സോ പസിൽ കണ്ടിരുന്നോ? പേഷ്യൻ്റെ ഉത്തരം എന്തായിരിക്കും? നോ, അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് എന്തുമാത്രം ഓർമ്മ കാണത്തുള്ളൂ? അത് എങ്ങനെ അടുക്കി എന്നുള്ള പ്രൊസീജിയറൽ മെമ്മറി അവർക്ക് സ്റ്റോർ ആയിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ സാധനം മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ദാറ്റ് വിൽ ബി കംസ് അണ്ടർ ദ മെമ്മറി പാർട്ട്, ഐ മീൻ എക്സ്പ്ലിസിറ്റ് മെമ്മറി പാർട്ട്. അത് ലോസായി. അപ്പോൾ ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഇംപ്ലിസിറ്റ് മെമ്മറി വിൽ നോട്ട് ബി അഫക്റ്റഡ്, എക്സ്പ്ലിസിറ്റ് മെമ്മറി വിൽ ബി അഫക്റ്റഡ്. ഇനി അടുത്ത 2 ക്യാരക്ടറിസ്റ്റിക് ടേംസ് ആണ്, അതോടെ ഓർത്തിരിക്കണം. ലോങ് ടൈം പൊട്ടൻഷിയേഷൻ ആൻഡ് കിൻഡിലിംഗ്. ഈ 2 പ്രോപ്പർട്ടി ഹിപ്പോക്യാമ്പൽ ഫോർമേഷനുണ്ട്. ലോങ് ടൈം പൊട്ടൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു സ്റ്റിമുലസ് ഒരു റീജിയനിലേക്ക് കൊടുത്തു. ആ സ്റ്റിമുലസ് ആ പർട്ടിക്കുലർ ടാർഗറ്റ്, ഇപ്പോൾ എ എന്ന് പറയുന്ന ടാർഗറ്റ് എയിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ടാർഗറ്റ് എ തുടക്കത്തിലെ ഇനീഷ്യൽ സ്റ്റേറ്റ് നിൽക്കുമല്ല, അത് കുറച്ചുകൂടി ആ പുതുതായിട്ട് വരുന്ന സ്റ്റിമുലസിനെ സ്വീകരിക്കാൻ റിസപ്റ്റീവ് ആയിരിക്കും. വീണ്ടും സ്റ്റിമുലസ് കൊടുത്താൽ ടാർഗറ്റ് എ കുറച്ചുകൂടി റിസപ്റ്റീവ് ആയിരിക്കും. അതായത് ആദ്യത്തെ സ്റ്റിമുലസ് പോയി ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന ബുദ്ധിമുട്ട് രണ്ടാമതോ മൂന്നാമതോ പോകുന്ന സ്റ്റിമുലസിന് ഉണ്ടാവില്ല. അത് അതിനേക്കാൾ പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാക്കും. കാരണം നമ്മുടെ ടാർഗറ്റ് എ വിൽ ബി മോർ റിസപ്റ്റീവ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഹിപ്പോ ക്യാമ്പസിലേക്ക് വരുന്നൊരു സ്റ്റിമുലസ് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ഹിപ്പോ ക്യാമ്പസ് വിൽ ബി ആക്ടിവേറ്റഡ് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ. ഈ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ലോങ് ടൈം പൊട്ടൻഷിയേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഹൈലി പവർഫുൾ ഇൻ ഡെൻഡേറ്റ് ഗൈറസ് ആൻഡ് ഹിപ്പോ ക്യാമ്പസ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇംഗ്ലീഷ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡെഫിനിഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ടാർഗറ്റ് സെൽ ഇവിടുത്തെ ഹിപ്പോ ക്യാമ്പസ് ആണ്, ടു ഷോ ലോങ് ലാസ്റ്റിംഗ് സെൻസിറ്റിവിറ്റി ടു എ ഫ്രഷ് സ്റ്റിമുലസ്. എബിലിറ്റി ഓഫ് ദ ടാർഗറ്റ് സെൽസ് ടു ഷോ ലോങ് ലാസ്റ്റിംഗ് സെൻസിറ്റിവിറ്റി ടു എ ഫ്രഷ് സ്റ്റിമുലസ്. അതിനെ വിളിക്കുന്ന പേരാണ് ലോങ് ടൈം പൊട്ടൻഷിയേഷൻ. ദിസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഹിപ്പോ ക്യാമ്പസ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് കിൻഡിലിംഗ്. കിൻഡിലിംഗ് എന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ് എ ഫയർ എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ആദ്യം ഒരു സ്റ്റിമുലസ് കൊടുത്തു. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കാട്, ഉണങ്ങി നിൽക്കുന്നൊരു കാട്, ആ കാടിൻ്റെ അറ്റത്ത് കുറച്ച് തീയിട്ടു. നമുക്കറിയാം തീയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദ്യം തീ കുറച്ച് സ്ഥലത്ത് കത്തും. ചിലപ്പോൾ തീ അത്ര സ്ട്രോങ് അല്ല, ഒരു കാറ്റടിച്ചാൽ തീയും കെട്ടുപോകും. നമ്മൾ വീണ്ടും തീയിടുമ്പോൾ ആദ്യം കത്തിയ സ്ഥലത്ത് മാത്രമാണ് തീ നിൽക്കുക, അല്ല കുറച്ചുകൂടെ സ്പ്രെഡ് ആവും. തീയുടെ ശക്തി അതുപോലെ കൂടുതലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ കാട് മൊത്തം പടർന്നു പിടിക്കും. ഇതേ പ്രോപ്പർട്ടിയാണ് ഹിപ്പോ ക്യാമ്പസിനുള്ളത്.
കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റിമുലസ് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യമേ ഹിപ്പോ ക്യാമ്പസിലുള്ള 5 ന്യൂറോൺ മാത്രമേ ആക്ടിവേറ്റ് ആയിട്ടുള്ളെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റിമുലസ് വരുമ്പോൾ 10 ന്യൂറോൺ ആക്ടിവേറ്റ് ആവും, അടുത്ത സ്റ്റിമുലസ് വരുമ്പോൾ 15 ന്യൂറോൺ ആക്ടിവേറ്റ് ആവും, അടുത്ത സ്റ്റിമുലസ് വരുമ്പോൾ 20 30 ന്യൂറോൺ ആക്ടിവേറ്റ് ആവും. ഇങ്ങനെ ഓരോ സ്റ്റിമുലസ് വരുമ്പോഴും ആക്ടിവേറ്റ് ആകപ്പെടുന്ന ന്യൂറോണിൻ്റെ എണ്ണം, ഹിപ്പോ ക്യാമ്പസിലെ ന്യൂറോണിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് കിൻഡിലിംഗ് അല്ലെങ്കിൽ ലൈറ്റിംഗ് എ ഫയർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡിസീസിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻ കേസ് എൻ എപ്പിലെപ്റ്റിക് സ്റ്റിമുലസ് ഈസ് റീച്ചിങ് ദ ഹിപ്പോ ക്യാമ്പസ്, എന്ത് സംഭവിക്കും? എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അബരൻ്റ് ഇലക്ട്രിക് ഡിസ്ചാർജസ് വരുന്നതാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഡിസ്ചാർജസ് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് സ്പ്രെഡ് ചെയ്യും. അതായത് ആദ്യം ഹിപ്പോ ക്യാമ്പസിൽ മാത്രമായിരിക്കും, പക്ഷേ വീണ്ടും സ്റ്റിമുലസ് വരുമ്പോൾ ഹിപ്പോ ക്യാമ്പസിൻ്റെ കുറച്ചുകൂടി ഏരിയ അഫക്റ്റഡ് ആവും. അപ്പോൾ വീണ്ടും സ്റ്റിമുലസ് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കൂടി വേണമെങ്കിൽ എൻ്റയർ സെറിബ്രൽ കോർട്ടക്സ് വിൽ ബി അഫക്റ്റഡ്. അതുകൊണ്ടാണ് ഹിപ്പോ ക്യാമ്പൽ റീജിയനിൽ അല്ലെങ്കിൽ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി നമ്മളത് വളരെ സൂക്ഷിച്ച് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ്, അതിൻ്റെ അനാറ്റമിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് ലെഫ്റ്റ് ഹിപ്പോ ക്യാമ്പസും റൈറ്റ് ഹിപ്പോ ക്യാമ്പസിൻ്റെയും ഫങ്ഷൻ തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? ആൻസർ ഈസ് യെസ്. അപ്പോൾ അതിനകത്ത് ഒത്തിരി ക്ലിയർ കട്ട് ഐഡിയ ഇപ്പോഴും സ്റ്റഡീസ് നടക്കുന്നതേ ഉള്ളൂ. എങ്കിലും ലെഫ്റ്റ് ഹിപ്പോ ക്യാമ്പസും അല്ലെങ്കിൽ ഡോർസോലാറ്ററൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സും അതിൻ്റെ റോളെന്ന് പറയുന്നത് ലാംഗ്വേജ് ഫങ്ഷനുള്ള പുതിയ മെറ്റീരിയൽ, റീസെൻ്റ് മെമ്മറിയെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം റൈറ്റ് ഹിപ്പോ ക്യാമ്പസിൻ്റെയും റൈറ്റ് ഇൻഫീരിയർ പരേറ്റൽ ലോബിൻ്റെയും റോളെന്ന് പറയുന്നത് സ്പേഷ്യൽ ടാസ്ക് സച്ച് ആസ് ഡ്രൈവിങ് എ കാർ, ഇതിനെ സ്പേഷ്യൽ ടാസ്കിൽ നിന്നുള്ള റീസെൻ്റ് മെമ്മറിയെ കളക്ട് ചെയ്യുന്നതാണ്. ഇതൊരു ജനറലായിട്ടൊരു പോയിൻ്റ് പറയുന്നുള്ളതേ ഉള്ളൂ. ഇനി ഒരു ഹിപ്പോ ക്യാമ്പസിൻ്റെ ലെങ്ത് റഫ്ലി അറൗണ്ട് 6 to 8 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത്രയും സെൻറ്റിമീറ്ററിൽ ഏത് സ്റ്റിമുലസ് എപ്പോൾ വന്നാലും ഒരേ റീജിയൻ തന്നെയാണ് ആക്ടിവേറ്റ് ആവുന്നത്? അല്ല. ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ ദർ ഇസ് എ ഡിഫറൻസ്. ഒരു ഹിപ്പോ ക്യാമ്പസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഹിപ്പോ ക്യാമ്പസിൻ്റെ, അതായത് റൈറ്റ് ഹിപ്പോ, ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ എൻ്റെ റൈറ്റ് ഹിപ്പോ ക്യാമ്പസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടൊരു സ്ക്രീനിൽ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലുള്ള സ്ക്രീനിൽ ഒരു പുതിയൊരു മെറ്റീരിയൽ വരുന്നു, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടൊരു ഒബ്ജക്റ്റിനെ കാണുന്നു. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹിപ്പോ ക്യാമ്പസിൻ്റെ ആൻറ്റീരിയർ പാർട്ടായിരിക്കും സ്റ്റിമുലേറ്റ് ആവുക. പക്ഷേ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതിനനുസരിച്ച്, അതായത് മെമ്മറി കുറച്ചുകൂടി കൺസോളിഡേറ്റ് ആവുന്നതിനനുസരിച്ച് എൻ്റെ ഹിപ്പോ ക്യാമ്പസിൻ്റെ പോസ്റ്റീരിയർ പാർട്ടായിരിക്കും സ്റ്റിമുലേറ്റ് ആവുക. അപ്പോൾ നോവൽറ്റിയിൽ നിന്ന്, പുതിയൊരു സാധനത്തിൽ നിന്ന് കൺസോളിഡേഷനിലേക്ക് വരുമ്പോൾ ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ ഷിഫ്റ്റിംഗ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഹിപ്പോ ക്യാമ്പസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഓർത്തിരിക്കണം, ഫൈബേഴ്സ് ഓർത്തിരിക്കണം, ഫങ്ഷണൽ ആസ്പെക്റ്റ് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റണം.